Hello everyone, welcome to today's video. ഇന്നത്തെ വീഡിയോയിൽ 3-phase AC system എന്നുള്ള സെക്ഷനിൽ സ്റ്റാർ കണക്ഷനിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ബാലൻസ്ഡ് star connected load of 8 plus j6 ohm per phase is connected to a balanced 3-phase 400 supply. Find the line current, power factor, power and total amperes. So let's start. Here it is mentioned like balanced star connected. Balanced means balanced star connected load of 8 plus j6. Balanced means ella phase ilum impedance or load in the values same aanu. Star connected means we know it may look like this. This is our star connected load and the values are given like 8 plus j6 ohm. Since it is balanced in every phase, the values are same only. Okay, so they have given this, and next connected to a balanced 3-phase 400 volt supply. ഇവിടെ 400 എന്നുള്ള വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ജനറലി ഇൻ ക്വസ്റ്റ്യനിൽ തരുന്ന വോൾട്ടേജിൻ്റെ വാല്യൂസ് ലൈൻ വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ലൈൻ വോൾട്ടേജ് ക്വസ്റ്റ്യനിൽ ഫേസ് വോൾട്ടേജ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തരുന്ന വാല്യൂസിനെ, തരുന്ന വോൾട്ടേജിൻ്റെ വാല്യൂവിനെ ലൈൻ വോൾട്ടേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ലൈൻ വോൾട്ടേജ്, ദാറ്റ് ഈസ് 400 വോൾട്ട്. ലൈൻ വോൾട്ടേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും എനി ടു ഫേസസിൻ്റെ ബിറ്റ്വീനുള്ള വോൾട്ടേജ് വാല്യൂവിനാണ് നമ്മൾ ലൈൻ വോൾട്ടേജ് എന്ന് മീൻ ചെയ്യുന്നത്. ഈ കേസിൽ 400 വോൾട്ട് എന്ന് പറയുന്നത് ഈ വാല്യൂ ആകാം, ഈ വാല്യൂ ആകാം, or it can be these two. 400 വോൾട്ട് എന്ന് പറയുന്നത് എനി ടു ഫേസിന് അക്രോസ് ഉള്ള വാല്യൂവിനാണ് നമ്മൾ ലൈൻ വോൾട്ടേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫേസ് വോൾട്ടേജ് എന്ന് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് ഈ തന്നിരിക്കുന്ന വോൾട്ടേജിൻ്റെ വാല്യൂവിനെ നമ്മൾ ലൈൻ വോൾട്ടേജായി കൺസിഡർ ചെയ്തു. ലെറ്റ് ദിസ് ബി അവർ ന്യൂട്രൽ പോയിന്റ്, റൈറ്റ്? ഓക്കെ, and now we have to find the line current, power factor, power and total volt amperes, right? And we know for a star connected system, for a star connected system, phase voltage equal to phase voltage V phase is equal to VL by root 3, and line current IL is equal to phase current I phase. ഇതെല്ലാം നമുക്കൊരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിന് ഈ കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ലൈൻ കറൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലൈൻ കറൻറ്റ് ഇസ് നത്തിങ് ബട്ട് അവർ ഫേസ് കറൻറ്റ് ഇൻ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം. സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് പാർട്ട്, ലൈൻ കറൻറ്റ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇംപീഡൻസ് വാല്യൂ, ഈ ലോഡിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് Z equal to 8 plus j6. ഈ വാല്യൂ തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു ഇൻഡക്റ്റീവ് ലോഡാണ്. നമ്മൾ ഇംപീഡൻസിൻ്റെ ലെക്ചറിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. പ്ലസ് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ ഇതൊരു ഇൻഡക്റ്റീവ് ലോഡായിരിക്കും. ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ലാഗിങ് ലോഡ്, ഇൻഡക്റ്റീവ് ഓർ ലാഗിങ്. ഈ കേസിൽ റെക്റ്റാങ്കുലർ ഫോമിലാണ് ഇംപിഡൻസ് വാല്യൂ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഫേസർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ we know its value equal to 8 square plus
6 square angle tan inverse B by A. Here by is 6 divided by 8, which is equal to, Z is equal to 10 angle 36.86 degree എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇംപീഡൻസിൻ്റെ വാല്യൂ പെർ ഫേസ്, നോർമലി ഇംപീഡൻസിൻ്റെ വാല്യൂ പെർ ഫേസിലായിരിക്കും തരുന്നത്. പെർ ഫേസ് മീൻസ് സെഡ് പെർ ഫേസിൻ്റെ വാല്യൂ ആണ് 10 angle 36.86. And now let me first calculate I phase. I phase എന്ന് പറയുന്നത് V phase divided by Z phase. V phase divided by Z phase. And now we know the value of Z phase. And what is the value of V phase? V phase equal to VL by root 3. Here the value of VL is equal to 400 divided by root 3, and which is equal to 230.94 volt. 230.94 volt ആണ് phase voltage. So if we substitute the value 230.94 divided by Z phase, ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. വൈ? ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് ഫേസർ ഫോമിലല്ല, നമുക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇംപീഡൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 10. സോ ഐ ഫേസ് ഈസ് ഈക്വൽ ടു 23.094 amperes, or approximately we can say 23.1 amperes. This is phase current, I phase. We got the value for I phase, and in star connected system, line current and phase current both are same. So in order to calculate line current, just replace the value of phase current. Line current IL is equal to 23.1 ampere. 23.1 ampere. Why? Because IL is equal to I phase. IL equal to I phase in star connected, 3-phase star connected system. Let's see the next part. ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പവർ ഫാക്ടർ. പവർ ഫാക്ടർ ഈക്വൽ ടു, വി നോ പവർ ഫാക്ടർ ഈക്വൽ ടു cos phi. ആൻഡ് ഇംപീഡൻസിൻ്റെ സെക്ഷനിൽ, ഇംപീഡൻസിൻ്റെ ലെക്ചറിൽ R ഈക്വൽ ടു മോഡ് സെറ്റ് cos phi എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് cos phi എന്താണ്? cos phi ഈക്വൽ ടു R divided by mod z. And what is the value of R? ഈ 8 plus j 6 എന്ന് പറയുന്നത്, 8 plus j 6 എന്ന് പറയുന്നത് R plus j xന് ഈക്വലൻ്റ് ആണ്. ഇവിടെ x എന്ന് പറയുന്നത് XL ആണ്. So while comparing, we know what is R? R equal to 8 and XL equal to 6. So 8 divided by, what is mod z? Mod z we know 10. So cos phi equal to 0.8. And പവർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലീഡിങ് ആണോ ലാഗിങ് ആണോ എന്ന് നമ്മൾ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. ആൻഡ് ഇൻ ദിസ് കേസ്, ആസ് ഐ ഓൾറെഡി ടോൾഡ്, പ്ലസ് എന്ന വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ഇൻഡക്റ്റീവ് ലോഡാണ് ഓർ ലാഗിങ് ലോഡാണ്. സോ വി ഹാവ് ടു മെൻഷൻ ലൈക്ക് 0.8 ലാഗ്, റൈറ്റ്? ആൻഡ് the third part is power. What is power? The formula to calculate power is root 3 VL IL cos phi, or we can write 3 into V phase into I phase into cos phi, or we can write 3 into I phase square into R phase. ഈ മൂന്ന് ഫോർമുല യൂസ് ചെയ്താലും നമുക്ക് സെയിം വാല്യൂ തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടുക. സോ
If I substitute root 3 into what is the value of line voltage? 400, which is already given in the question. And IL, what is IL? IL equal to the approximate value, we got it as 23.1 ampere, and cos phi is equal to 0.8, and the value will be 12,800 watts, or we can write it as 12.8 kilowatt. So this is the answer for power. And just note down, ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ആർ ഫേസ് എന്ന വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആർ ഫേസ് മീൻസ് this 8 alone, don't take the magnitude of impedance mode set, that is 10. Here we have to substitute 8, that is 3 into I phase square means 23.1 whole square into 8. This also gives the same answer, right? Okay, or we can substitute 3 into 230.94 into V phase into I phase is 23.1 into 0.8. This also gives the same answer, right? And the last part is total volt amperes. Volt amperes എന്ന് പറയുന്നത് നമ്മുടെ apparent power ആണ്. ഈ volt amperes എന്നുള്ള യൂണിറ്റ് കാണുമ്പോൾ തന്നെ നമുക്കത് അപ്പാരൻറ്റ് പവർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് അപ്പാരൻറ്റ് പവർ അല്ല ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഈ യൂണിറ്റ് വെച്ച് നമുക്ക് ഏത് വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ടോട്ടൽ പവർ ഈക്വൽ ടു √3 ഇൻറ്റു VL ഇൻറ്റു IL, ദാറ്റ് ഈസ് √3 ഇൻറ്റു 400 into IL is 23.1, which is equal to 16,000 volt amperes, or we can write 16 kilovolt ampere. So that's about the first question. Let's see the next question. In the second question, phase voltages of a star connected alternator are ER 231 angle 0, EY 231 angle minus 120 degree, EB 231 angle plus 120 degree, and what is the phase sequence of the system? Phase sequence and compute line voltages ERY and EYB, right? ഈ phase sequence type of questions first നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് വോൾട്ടേജസിനെ വെക്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. സോ ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് ദ ആൻസർ മോർ ഈസിലി. സോ ഇവിടെ ആംഗിൾ 0 തന്നിരിക്കുന്നത് ആർ ഫേസ് ആണ്. സോ ഐ എം ഡ്രോയിങ് അവർ ER ആസ് ദി reference voltage, right? And now minus 120 degree is EY, and we know നമ്മൾ വെക്റ്റർ ഡയഗ്രം ഒക്കെ മെൻഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ടുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ വൈ ഫേസ് എന്ന് പറയുന്നത് മൈനസ് 120 ഡിഗ്രിയാണ്. മൈനസ് 120 ഡിഗ്രി മീൻസ് we need to consider clockwise. So clockwise I am taking 120 degree. Clockwise I am taking 120 degree, and this is our Y phase. Okay, and now B phase is given as plus 120 degree, and we know this plus angle, one angle plus 120 degree is equal to one angle minus 240 degree. അതെങ്ങനെയാണ്? ഈ കേസിൽ നമ്മൾ പ്ലസ് 120 ഡിഗ്രി മാർക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലസ് മീൻസ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ദിസ് ഈസ് അവർ plus 120 degree, which is our B phase, right? And if we take it in the clockwise direction, this is minus 240 degree and this is plus 120 degree. This is the way
we get as plus 120 degree is equal to minus 240 degree. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഈ വെക്റ്റർ ഫോമിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫേസ് സീക്വൻസ്. വെക്റ്റർ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസും, ഈ വെക്റ്റർ റൊട്ടേറ്റ് ചെയ്യുക ആൻറ്റി ക്ലോക്ക് വൈസും, ഫേസ് സീക്വൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഫേസ് സീക്വൻസിനെ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് കണ്ടുപിടിക്കുക. റൊട്ടേഷൻ ഓഫ് വെക്റ്റർ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. വെക്റ്റർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും, ബട്ട് ഫേസ് സീക്വൻസ് നമ്മളെപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പറയുക. ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ RYB. സോ ഫേസ് സീക്വൻസ് ഇൻ ദിസ് കേസ് വിൽ ബി RYB. ഈ ഒരു കേസിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം ഫേസ് സീക്വൻസ് നോട്ട് ഡൗൺ ചെയ്യാൻ. ബട്ട് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വെക്റ്റർ ഓൾവേസ് റൊട്ടേറ്റ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതിൽ നമ്മുടെ അസംഷനാണ്. ഓക്കെ, നൗ in the second part we need to compute the line voltages ERY and EYB. Line voltages, we know line voltage VL equal to √3 V phase, and here the given values are phase voltages and it is same. That means it is a balanced സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഫേസ് വോൾട്ടേജസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ഇഫ് വി നോ ദിസ് ഫോർമുല വി ക്യാൻ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ദ ലൈൻ വോൾട്ടേജസ്, ദാറ്റ് ഈസ് √3 ഇൻറ്റു വി ഫേസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 231, which is equal to 400.09, or approximately we can say it is equal to 400 volt എന്ന് നമുക്ക് പറയാം. ബട്ട് ഇഫ് സംഹൗ ഓർ ആർക്കെങ്കിലും നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ലൈൻ വോൾട്ടേജിന് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ വിട്ടു പോവുകയാണെങ്കിൽ, ഈ കേസിൽ ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ERY ഈക്വൽ ടു EYB ഈക്വൽ ടു 400 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇസ് ഓവർ. ബട്ട് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ നമ്മൾ വിട്ടു പോവുകയാണെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദി actual method, that is ERY equal to, this is the first method and this is the second method. ERY equal to ER minus EY. And what is ER? ER equal to 231 angle 0 minus EY. What is EY? EY equal to 231 angle minus 120 degree. Okay, ഈ വാല്യൂസ് ഒന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്യുക ആൻഡ് ഫൈൻഡ് ഔട്ട്, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 231 angle 0 means 231 as it is minus 231 into cos minus 120 degree plus j 231 into sin minus 120 degree. Okay, which is equal to, we will get as 400.1 angle 30 degree plus 30 degree എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും ERY എന്ന് പറയുന്നത്. or from this vector diagram we know how to calculate this ER minus EY. This is EY, so minus EY means this one is minus EY and its resultant equal to this one. Its resultant equal to this one
which is our ERY, and if we check the angle, this is, look, with reference to ER, in anti-clockwise direction it is 30 degree, that is plus 30 degrees. So for calculating EYB calculate ചെയ്യാനായിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യാതെ ബൈ യൂസിങ് വെക്റ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ EYB മീൻസ് EY മൈനസ് EB, EY മൈനസ് EB. EY എന്ന് പറയുന്ന വാല്യൂ ഇതാണ്, മൈനസ് EB. മൈനസ് EB മീൻസ് I am going to extend like this. This is our minus EB, and if I draw the resultant of these two, this is our, in straight line, this is our EYB, EY minus EB, and this will make an angle of 90 degree with the this vector. This will make an angle of 90 degree with this vector. So the value will be 401 angle 90 degree, and with reference to this vector, this is minus 90 degree, right? So this is our EYB, and line voltages means no need to calculate this angle, just magnitude is more than enough, or if we draw this vector and mark it like this, then that will be more efficient way, right? Let's see the next question. The third question is given as 3 equal star connected inductors take 8 kilowatt at a power factor 0.8 when connected across a 460 volt 3 phase supply. Find the circuit constants of the load per phase. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു നെറ്റ്വർക്കിലെ സർക്യൂട്ട് കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ നമ്മുടെ സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സർക്യൂട്ടിനെ കൺസിഡർ ചെയ്തോളം സർക്യൂട്ട് കോൺസ്റ്റൻസ് എന്ന് മെയിൻ ചെയ്യുന്നത് ഇതിൻ്റെ ലോഡ് ഇംപീഡൻസ് വാല്യൂ ആണ് നമ്മൾ സർക്യൂട്ട് കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ മെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ നെറ്റ്വർക്കിൻ്റെ റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ്. സിൻസ് ഇറ്റ് ഈസ് എൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ 8 kilowatt, P equal to 8 kilowatt, or we can say 8000 watts, okay, and power factor cos phi is given as 0.8, and 460 volt, as I already mentioned, 460 volt in ഇവിടെ എന്ത് വോൾട്ടേജ് ആണ്, ഫേസ് വോൾട്ടേജ് ആണോ ലൈൻ വോൾട്ടേജ് ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ദ ഗിവൺ വാല്യൂ ഈസ് അവർ ലൈൻ വോൾട്ടേജ്. So VL equal to 460 volt, and we know since it is a star connected system, V phase equal to VL by root 3. The value of VL equal to 460 divided by root 3, and we will get the value as 265.58 volt. And now we need to calculate the value of I phase in order to find the value of impedance. For that we have P and VL power factor. So by using this equation, P equal to root 3 VL IL cos phi, we can find the value of IL as IL equal to P divided by root 3 into VL into cos phi, which is equal to, what is P?
8000 watts divided by root 3 into what is VL? 460 into cos phi equal to 0.8, and we will get the value as 12.55 amperes. This is our line current, and for a star connected system, IL equal to I phase, which means the value of I phase or the phase current equal to 12.55 amperes. Now we have the value of I phase and V phase. So set phase, the value of impedance per phase, I am going to find the value of its magnitude. Okay, magnitude equal to V phase divided by I phase. Substitute the values. V phase equal to 265.58 divided by I phase equal to 12.55, and the value will be mod set phase equal to 21.16 ohm. 21.16 ohm, and we know the value of resistance equal to R per phase equal to mod Z into cos phi. Similarly, 21.16 into 0.8, which is equal to 16.9 ohm. 16.9 ohm. Similarly, X per phase equal to mod Z per phase into sin phi, and we know cos phi equal to cos phi. What is cos phi? Equal to 0.8, and how we can calculate sin phi? Sin phi equal to square root of 1 minus cos square phi, or ഫൈയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം കോസ് ഇൻവേഴ്സ് 0.8 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈയുടെ വാല്യൂ കിട്ടും. ഫൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈയുടെ വാല്യൂ 36.86 കിട്ടും. Then sin phi directly calculate ചെയ്യാം 0.6, or we can use this formula also. Sin phi equal to square root of 1 minus cos square phi, which is equal to 0.6 എന്ന് കിട്ടും. And if we substitute this value over here, we will get the value as 12.66. So resistance per phase and impedance reactance per phase, ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. സോ അവർ ആൻസർ ഈസ് ആർ പ്ലസ് ജെ എക്സ് എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16.9 ആൻഡ് reactance per phase equal to 12.66, and this is our phase voltage and this is our line voltage. I hope this question is also clear to you. Let's see the next question. And the fourth question, given a balanced three-phase three-wire system with Y connected load for which line voltage is 230 volt and impedance of each phase is 6 plus j8 ohm, find the line current and power absorbed by each phase. Okay, very simple question. So it is given that Y connected is nothing but our star connected system, and line voltage VL equal to 230 volt and impedance of each phase Z equal to per phase equal to 6 plus j8 ohm. That means mod Z equal to square root of 6 square plus 8 square, which is equal to 10 ohm. Okay, 10 ohm. And we know V phase equal to VL by root 3 for a star connected network. VL equal to 230 and divided by root 3, which is equal to 132.79 volt. Okay, 132.79 volt. Now we have the value of V phase and Z phase,
And now let's calculate I face. I face equal to V face divided by Z face. V face equal to 132.79 divided by 10, which is equal to 13.279, or approximately we can say it as 13.3 amperes. And in the question they have asked to calculate line current, and in a star connected network I face equal to IL. So our line current IL is equal to 13.3 amperes, right? And the second part is power absorbed by each phase. First question la power absorbed അല്ലെങ്കിൽ total power എന്ന് പറയുന്നത് √3 VLIL അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് 3 into I square I phase square into R phase 3 into I phase square into R phase എന്ന ഫോർമുലയും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ പവർ ആണ് നമ്മുടെ മൂന്ന് ബ്രാഞ്ചിലെയും പവർ, ടോട്ടൽ പവർ അബ്സോർബ്ഡ് വാല്യൂ ആണ് 3 into I phase square into R phase എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പവർ അബ്സോർബ്ഡ് ബൈ ഈച്ച് ഫേസ് എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈച്ച് ഫേസ്. സോ ഈ 3 എന്നുള്ള ടേം നമുക്കിവിടെ നെഗ്ലക്റ്റ് ചെയ്യാം. സോ power absorbed by each phase is equal to I phase square into R phase, that is I phase equal to 13.3 whole square into R phase. What is R? Here Z phase is 6 plus J 8 ohm, that is if we compare with the standard formula R plus Jx, R is nothing but our 6. So 6, which is equal to 1061.34 volts. So this is the power absorbed by each phase. So I hope the 4 questions are clear to you. If you have any doubts, please comment me in the comment section. So let's see with another lecture in the next video. Thank you.